10 കെട്ടിയാൽ 20 ഡൈവോഴ്സ് ആകുന്നതാണ് പുതിയ ട്രെൻഡ്. ഈ മാറി വന്ന ട്രെൻഡിൽ പെട്ടുപോകുന്നതിലേറെയും ഇന്നാട്ടിലെ പുരുഷന്മാരാണ് എന്നതാണ് ദുഃഖസത്യം. എന്നാൽ ഹൈക്കോടതിയുടെ ഒരു സുപ്രധാന വിധിയും തുടർന്ന് നിരീക്ഷണവും എത്തിയിട്ടുണ്ട്. ഡിവോഴ്സ് കേസുകളിൽ അന്നും ഇന്നും സ്ത്രീകൾക്കാണ് കൂടുതൽ നിയമപരിരക്ഷ ലഭിക്കുന്നത്. സ്ത്രീയെ അബലയായി കണ്ടിരുന്ന കാലം വിസ്മൃതിയിലായി. ഇന്ന് പുരുഷനൊപ്പം എല്ലാ മേഖലയിലും സ്ത്രീകൾ അവരുടെ കഴിവ് തെളിയിച്ച് ഒപ്പമുണ്ട്. ജെൻഡർ ഇക്വാലിറ്റി, ലിംഗസമത്വത്തിനായി വിപ്ലവം നടത്തിയവർ എന്തുകൊണ്ടാണ് വൈവാഹിക ജീവിതത്തിലെ ആശയപരമോ പ്രവൃത്തിപരമോ ആയ പിഴവുകളുടെ മാറാല പുരുഷന്റെ ചുമലിൽ മാത്രം കെട്ടിവെക്കുന്നത്? കാരണം ജീവനാംശമെന്ന ശർക്കരക്കുടം. ഒരു പുരുഷായുസിന്റെ മുഴുവൻ ആരോഗ്യവും ചിലവിട്ട് ഒരു 100 ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെച്ച് ചേർത്തുവെച്ച സമ്പാദ്യം മുഴുവൻ അടപടലം അടിച്ചുമാറ്റുവാനുള്ള ഒരു എളുപ്പവഴിയായി മാറിയിരിക്കുന്നു മിക്ക ഡിവോഴ്സ് കേസുകളുമെന്ന് കോടതിക്കും ബോധ്യം വന്നിരിക്കുന്നു. 498 പോലെയുള്ള നിയമങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ മുകളിൽ ചുമത്തുമ്പോൾ അവിടെ ഒരു അമ്മയും പെങ്ങളും ഉണ്ടെന്ന് മറക്കരുത്. സ്ത്രീധനം വാങ്ങുന്നത് തെറ്റാണെന്ന് പറയുന്ന നിയമവും വിവാഹ സമയത്ത് അളവിൽ കൂടുതൽ സ്വർണ്ണാഭരണങ്ങൾ ഇട്ടുവരുന്ന വധുവിനെ കാണുമ്പോൾ നിശബ്ദത പാലിക്കുന്നു. വിവാഹ സമയത്തെ പിതൃസ്വത്ത് കേസ് വരുമ്പോൾ സ്ത്രീധനമായി മാറും. തുല്യനീതി എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്ന പലരും കോടതിയിലെത്തുമ്പോൾ സ്വന്തം നേട്ടങ്ങൾക്കായി നിൽക്കുന്നു. ഞങ്ങൾ സ്ത്രീധനത്തിനെതിരാണെന്ന് പരസ്യമായി പറഞ്ഞ് ജീവിതത്തിലേക്ക് വരുന്ന പലരും ഡിവോഴ്സിലേക്ക് എത്തുമ്പോൾ പുരുഷന്റെ കയ്യിലുള്ള സ്വത്തിന് കണക്ക് പറയുന്നു. കല്യാണശേഷം പുരുഷന്റെ പേരിലുള്ള വീടും സ്ഥലവും സ്ത്രീക്ക് അവകാശപ്പെടാവുന്നതാണ്. ഡിവോഴ്സിന് ശേഷം ഭർത്താവായിരുന്ന പുരുഷന്റെ സ്വത്തിന്റെ 50% ഭാര്യയായിരുന്ന സ്ത്രീക്ക്. മന്ത്ലി മെയിൻ്റനൻസ് ആയി പുരുഷന്റെ ശമ്പളത്തിന്റെ 25% വരും. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് ആരും ചിന്തിച്ചിട്ടുണ്ട്? പലപ്പോഴും നിയമത്തിന്റെ മുന്നിൽ ഇരകളായി ചിത്രീകരിക്കപ്പെടുന്നത് സ്ത്രീകൾ മാത്രമാണ്. ഇതാണോ തുല്യനീതി? വിവാഹമോചനം നേടിയവരിൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ കണക്കെടുത്താൽ 45,000 സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുമ്പോൾ പുരുഷന്മാരുടേത് ഇരട്ടിയിലധികമാണ്. കൃത്യമായി എണ്ണമിട്ട് പറഞ്ഞാൽ 1,18,979. കാലം മാറിയതറിയാതെ ഇരുട്ടിൽ തപ്പുന്ന നിയമവും നീതി ദേവതയും. അതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രശ്നം. സ്വപ്നം കാണുന്ന ജീവിതം ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷെ അത് മറ്റൊരാളുടെ സ്വപ്നങ്ങളെ തകർത്തുകൊണ്ടാവില്ല. ഭാര്യ ഭർത്താവിനെ അകാരണമായി ഉപേക്ഷിച്ചു പോകുന്നുവെങ്കിൽ ജീവനാംശം നൽകേണ്ടതില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് മാത്രം കാരണം ഭർത്താവിനെ വിട്ടുപോകുന്ന സ്ത്രീക്ക് CRPC സെക്ഷൻ 125, BNSS സെക്ഷൻ 144 പ്രകാരം ജീവനാംശം ആവശ്യപ്പെടുവാൻ അവകാശമില്ല. ഭാര്യയ്ക്ക് ജീവനാംശം കിട്ടാൻ ന്യായമായ കാരണങ്ങൾ തെളിയിക്കേണ്ടതുണ്ട്. ഭർത്താവ് ഭാര്യയെ ഉപദ്രവിച്ചുവെന്നോ സംരക്ഷണം നൽകുന്നില്ല എന്നോ തെളിവുണ്ടെങ്കിൽ മാത്രം ജീവനാംശം പരിഗണിക്കും. സ്വമേധയാ വേർപിരിയൽ, വോളണ്ടറി സെപ്പറേഷൻ ഉണ്ടായാൽ സാധാരണയായി ജീവനാംശം ലഭിക്കില്ല. കഴിഞ്ഞ വർഷം ഡിസംബറിൽ സുപ്രീം കോടതി സമാനമായ നിലപാട് വ്യക്തമാക്കിയിരുന്നു. വിവാഹമോചനത്തിനായുള്ള എല്ലാ കേസുകളിലും ഭാര്യയ്ക്ക് ജീവനാംശം കിട്ടണമെന്നില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു. സുപ്രീം കോടതി 8 വ്യക്തമായ മാനദണ്ഡങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഭാര്യയുടെ വരുമാനം, വിദ്യാഭ്യാസം, ജോലി, കഴിവ് എന്നിവ പരിശോധിക്കണം. ഭർത്താവിന്റെ യഥാർത്ഥ സാമ്പത്തിക ശേഷി കോടതികൾ വിലയിരുത്തണം. ഭാര്യ ജീവിക്കാൻ കഴിയുന്ന നിലയിലാണെങ്കിൽ ജീവനാംശം നിർബന്ധമില്ല. വിവാഹം സമ്പത്ത് മാത്രം ലക്ഷ്യമിട്ട് നടത്തിയതായി കണ്ടെത്തിയാൽ ജീവനാംശം കുറയ്ക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാം. അകാരണമായ വിവാഹമോചനം നടത്തി വലിയ തുക ആവശ്യപ്പെടുന്ന പ്രവണതയെ കോടതി നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട്. ഭാര്യയുടെ ഭാഗത്തു നിന്ന് ദുരുപയോഗമുണ്ടായാൽ അത് പരിഗണിക്കും. ഈ നിബന്ധനകൾ വന്നത് ഒരു ദുഃഖകരമായ ആത്മഹത്യാ കേസിന്റെ പശ്ചാത്തലത്തിലാണ്. ഭാര്യയുടെയും ബന്ധുക്കളുടെയും നിരന്തര പീഡനം ആരോപിച്ച് യുവാവ് ആത്മഹത്യ ചെയ്ത കേസ് സുപ്രീം കോടതി പരിഗണിച്ചപ്പോഴാണ് ഇത്തരം കണ്ടെത്തലുകൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നിയമങ്ങൾ പുരുഷന്മാർക്കെതിരായ ആയുധമാകരുത് എന്നാണ് കോടതിയുടെ നിരീക്ഷണം. അതേസമയം വാസ്തവത്തിൽ ദുരിതമനുഭവിക്കുന്ന സ്ത്രീകളുടെ അവകാശങ്ങൾ കോടതി സംരക്ഷിക്കുന്നതായും വ്യക്തമാക്കി. ഈ വിധികൾ സമാനമായ കേസുകളിൽ കോടതികൾക്ക് മാർഗനിർദ്ദേശമായി ഉപയോഗിക്കാമെന്ന് കോടതി വിലയിരുത്തി. ലക്ഷ്യം സന്തുലനമായ നീതി, യഥാർത്ഥ പീഡിതർക്കുള്ള സംരക്ഷണം, നിയമ ദുരുപയോഗം തടയൽ. കോടതിയിലെത്തുന്ന ഒട്ടുമിക്ക ഡിവോഴ്സ് കേസുകളിലും ഉന്നയിക്കുന്ന കാരണങ്ങളിൽ കോമണായി കാണുന്നത് അല്ലെങ്കിൽ കാണിക്കുന്നത് സംശയരോഗം, അവിഹിതം, ഗാർഹിക പീഡനം, രതിവൈകൃതം, തുടർന്നുള്ള കൊച്ചു പുസ്തക കഥകൾ. എന്നാൽ ഇവയ്ക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? അതുമില്ല. പക്ഷേ ഡിവോഴ്സും ജീവനാംശവും വേണം. കാരണം പലതാണ്. എന്തായാലും പുരുഷന്മാർക്ക് ആശ്വാസമാകുന്നതാണ് കോടതിയുടെ കണ്ടെത്തലുകൾ എന്നാശ്വസിക്കുക.